മഹാഭാരത കഥകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മർത്യയന്ത്രേഷു ചൈതന്യം മഹാഭാരത വിദ്യയാ അർപ്പയാമാസ തത്പൂർവം യസ്തസ്മൈ മുനയേ നമഃ. മഹാഭാരതം എന്ന വിദ്യ രാജ്യത്തിന് സമർപ്പിച്ച മനുഷ്യരാകുന്ന യന്ത്രങ്ങൾക്ക് ചൈതന്യം പകർന്ന വ്യാസമുനിയെ ഞാൻ നമസ്കരിക്കുന്നു. വേദവ്യാസനാൽ രചിക്കപ്പെട്ട ജയമെന്ന മഹാഭാരതം പറയുന്നതും കേൾക്കുന്നതും പുണ്യം. വൈശമ്പായന മഹർഷി ജനമേജയ മഹാരാജാവിനോട് കഥ തുടരുകയാണ്. കൊക്കുകൾ പറക്കുന്നത് കണ്ട ഭീമൻ തടാകം കണ്ടുപിടിക്കുകയും വേണ്ടുവോളം വെള്ളം കുടിക്കുകയും തൻ്റെ ഉത്തരീയം മുക്കി സഹോദരങ്ങൾക്കും അമ്മയ്ക്കും വെള്ളം കൊണ്ടുവരികയും ചെയ്തു. പാണ്ഡവരും അമ്മ കുന്തിയും പുരോചനനും അരക്കിലത്തിൽ കത്തിയമർന്ന വാർത്തയറിഞ്ഞ ധൃതരാഷ്ട്രർ അവർക്ക് വേണ്ട അന്ത്യകർമ്മങ്ങൾ ആർഭാടമായി തന്നെ നടത്താൻ ഉത്തരവ് നൽകി. അതനുസരിച്ച് അവിടെ പോയി പാണ്ഡവർക്ക് വേണ്ട അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാനായി ആളുകൾ പുറപ്പെട്ടു. അതീവ ദുഃഖിതനായി ധൃതരാഷ്ട്രർ അഭിനയിച്ചു. രാജ്യത്തെ പ്രജകൾ മുഴുവൻ ഒരാഴ്ചയോളം ദുഃഖം ആചരിച്ചു. അതിക്രൂരനും പരാക്രമിയും മാംസഭോജിയുമായ ഹിഡിംബൻ താമസിക്കുന്ന സാലവൃക്ഷത്തിൻ്റെ അടുത്തായിട്ടാണ് പാണ്ഡവരും അമ്മയും കിടന്നുറങ്ങുന്നത്. മഞ്ഞ നിറത്തിലാണ് ഹിഡിംബാസുരൻ്റെ കണ്ണുകൾ, ചുവന്ന രോമങ്ങളും. മനുഷ്യരുടെ മണമടിച്ചാൽ അവൻ പാഞ്ഞുവരും, രക്തം കുടിക്കും. തളർന്നുറങ്ങിക്കിടക്കുന്ന തൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും കാവലായി ഭീമൻ, 10,000 ആനകളുടെ ശക്തിയുള്ള ഭീമൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. ഇവരുടെ മനുഷ്യ മണമടിച്ച ഹിഡിംബാസുരൻ തൻ്റെ പെങ്ങളായ ഹിഡിംബ എന്ന ഹിഡിംബിയോട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ മനുഷ്യരെവിടെയോ ഉണ്ട്, നീ പോയി അന്വേഷിച്ചിട്ട് വാ. എന്നിട്ട് അവരെ കൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. എനിക്ക് അവരുടെ ചോര കുടിക്കണം. എത്രയും വേഗം നീ അവരെ പോയി കണ്ടുപിടിക്കൂ. അങ്ങനെ ഹിഡിംബി ആരാണ് അവിടെ കിടന്നുറങ്ങുന്നത് അറിയാൻ പോയി നോക്കുകയാണ്. തളർന്നുറങ്ങുന്ന പാണ്ഡവർക്കരികിൽ ബലവാനായ ഭീമൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നത് ഹിഡിംബി കണ്ടു. ഹിഡിംബിക്ക് ഭീമനെ ഒരുപാട് ഇഷ്ടമായി. അവൾ ഉടനെ തന്നെ മനുഷ്യരൂപം പൂണ്ട് അതിസുന്ദരിയായ ഒരു യുവതിയായി മാറി ഭീമന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അവളങ്ങനെ നടന്ന് മന്ദം ഭീമന്റെ മുന്നിൽ എത്തി. നീല നിറമുള്ള ഭീമൻ, നീണ്ട കൈകളുള്ള ഭീമൻ, താമരക്കണ്ണുകളുള്ള ഭീമൻ, വായുപുത്രൻ, അതിസുന്ദരൻ, ബലവാൻ. ഇനി എന്തു വേണം ഒരു പെണ്ണിന്? ഉടനെ തന്നെ ഹിഡിംബി ഭീമന്റെ മുന്നിൽ ചെന്ന് കാലിൽ തൊട്ട് വന്ദിച്ചു പറഞ്ഞു: ഞാൻ മനുഷ്യരൂപമുണ്ട രാക്ഷസിയാണ്, ഹിഡിംബാസുരൻ്റെ പെങ്ങൾ. എനിക്ക് അങ്ങയെ വേണം ഭർത്താവായിട്ട്. വേറൊരാളെൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല. ഇങ്ങനെ പറഞ്ഞ് ഹിഡിംബി ഉറങ്ങിക്കിടക്കുന്ന അമ്മയെയും പാണ്ഡവരെയും നോക്കി ഭീമന്റെ അടുത്ത് നിന്നു. എന്നിട്ട് പറഞ്ഞു: ആകാശത്തിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയും. ഹിഡിംബാസുരൻ ഭയങ്കരനാണ്. അവനിൽ നിന്നും നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങ് എന്നെ ഭാര്യയായി പത്നിയായി സ്വീകരിച്ചാലും. ഇത് കേട്ട് ഭീമൻ കോപാകുലനായി. ഹേ രാക്ഷസി, നിന്റെ സൗന്ദര്യത്തിലൊന്നും ഞാൻ വീഴുകയില്ല. എൻ്റെ ഏട്ടനും അനുജന്മാരും അമ്മയുമാണ് ഈ കിടക്കുന്നത്. അവർക്ക് കാവലായി നിൽക്കാനാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ നിന്നോടൊപ്പം കാമകേളികൾക്ക് വരാനുള്ള ആളല്ല ഞാൻ. നീ വേറെ വല്ലവരെയും നോക്കൂ. ഹിഡിംബാസുരനോ നിന്റെ ആങ്ങളെയോ ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ അവനെ ശരിയാക്കും. ഒപ്പം നിന്നെയും ഞാൻ കൊല്ലും. ഭീമന്റെ പറച്ചിൽ കേട്ട് അതീവ ദുഃഖിതയായി ഹിഡിംബി. അവൾ പറഞ്ഞു: ഞാൻ അങ്ങയെയും കുടുംബത്തെയും രക്ഷിക്കാം. എല്ലാവരിൽ നിന്നും അങ്ങ് എന്നെ പത്നിയായി സ്വീകരിക്കണം. ഞാൻ വേറൊരാളെ ഇനി സ്വീകരിക്കുകയില്ല. ഈ സംഭാഷണങ്ങളെല്ലാം ഹിഡിംബാസുരൻ കേൾക്കുകയാണ്. എത്ര നേരമായി ഇവൾ മനുഷ്യരക്തത്തിനായി പോയിട്ട് ഇനിയും കാണാനില്ല. ഹിഡിംബൻ തിരഞ്ഞു വന്നു. നോക്കുമ്പോൾ എന്താണ് കാഴ്ച? ഭീമനിൽ ആകൃഷ്ടയായി ഹിഡിംബി. ഹേ ഹിഡുംബി, നീ എന്താണ് കാണിക്കുന്നത്? നീ കുലത്തിന് തന്നെ ചീത്തപ്പേര് കാണിക്കാൻ പോകുന്നോ? നീ മനുഷ്യരുടെ കൂടെ കൂടാൻ പോകുന്നോ?
നിന്നെ ഞാൻ കൊന്നിട്ട് തന്നെ കാര്യം. ഇത് കേട്ട് ഭീമൻ പറഞ്ഞു, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നോ? ഹേ ഹിഡിംബാസുര, എന്നോടടുത്ത് വാ, ഞാൻ നിനക്ക് മറുപടി പറയാം. ഭീമൻ ഹിഡിംബനോട് അടുത്തു. ഭീമൻ അടുത്തുള്ള വൻമരം പുഴക്കി ഹിഡിംബനെ അടിച്ചു. ഘോരയുദ്ധം തുടങ്ങി. ഹിഡിംബനും ഭീമനും. കാട് നടുങ്ങി വിറച്ചു. ഹിഡിംബി അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്തൊരു ബലമാണ് ഈ മനുഷ്യന്! യുദ്ധം കണ്ട് കുന്തിയും പാണ്ഡവരും ഉറക്കത്തിൽ നിന്നും ഉണർന്നു. കുന്തി നിലവിളിച്ചു, അയ്യോ, എൻ്റെ മകനെ ഒരു അസുരൻ ഇതാ കീഴ്പ്പെടുത്താൻ പോകുന്നു. കുന്തി കരയാൻ തുടങ്ങി. അർജുനൻ പറഞ്ഞു, അമ്മ സമാധാനമായിരിക്കൂ. നകുല, സഹദേവ, അമ്മയെ നിങ്ങൾ നോക്കൂ. ഏട്ടാ, അങ്ങും കാവലായിരിക്കൂ. ഞാൻ അവനെ അമ്പെയ്ത് ഇപ്പോൾ തന്നെ കൊന്നുകളയാം. അർജുനൻ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി. ഭീമൻ പറഞ്ഞു, എനിക്കിവനൊന്നുമില്ല, എനിക്ക് തന്നെ കൊല്ലാവുന്നതേ ഉള്ളൂ ഇവനെ. നീ വരണ്ട അനിയ, നീ അമ്മയ്ക്ക് കാവലായി അവിടെ ഇരുന്നോളൂ. അവിടെ അവൻ്റെ പെങ്ങൾ അസുരസ്ത്രീയായ ഹിഡിംബിയുണ്ട്, അവൾ ഇനി എന്തെങ്കിലും ചെയ്താലോ എന്ന് പറഞ്ഞു. ഹിഡിംബി ഇതെല്ലാം കേട്ട് കരയാൻ തുടങ്ങി. അമ്മയുടെ കാലു പിടിച്ചു. അപ്പോൾ കുന്തി അതിസുന്ദരിയായ ഹിഡിംബിയെ കണ്ടു. ഭീമൻ ഉടനെ തന്നെ വലിയൊരു മരം കടപുഴക്കിയെടുത്ത് ഹിഡിംബാസുരനെ അടിച്ചു. അതിനുശേഷം അവനെ ആകാശത്തിലേക്ക് പൊക്കി നിലത്തിട്ട് ഒറ്റയടി. അവൻ്റെ കഥ കഴിഞ്ഞു. കുന്തിയുടെ അടുത്തെത്തിയ ഹിഡിംബി കുന്തിയുടെ കാലു പിടിച്ചു പറഞ്ഞു, അമ്മേ, അമ്മയുടെ പുത്രനെ ഞാൻ മനസ്സാ വരിച്ചു കഴിഞ്ഞു. എൻ്റെ കുടുംബത്തെയും എൻ്റെ ബന്ധുജനങ്ങളെയും ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്നെ അമ്മ സ്വീകരിച്ചാലും മരുമകളായി. അപ്പോൾ കുന്തി പറഞ്ഞു, പകലൊക്കെ അവൻ നിന്റെ ഒപ്പം വന്നോട്ടെ, രാത്രിയാവുമ്പോൾ ഞങ്ങൾക്കവൻ കാവൽ വേണം. ഇത് കൊടുങ്കാടാണ്. ഒരു പുത്രൻ ഉണ്ടാകുന്നത് വരെ ഞാൻ നിന്റെ കൂടെ കഴിഞ്ഞോളാം, ഭീമൻ പറഞ്ഞു. ഭീമന് ഹിഡിംബിയെ ഇഷ്ടമായിരുന്നു. നല്ല അതിസുന്ദരിയായ ഒരു രൂപത്തിലാണവൾ. അങ്ങനെ ഹിഡിംബിയെ ഭീമൻ വിവാഹം കഴിച്ചു, അമ്മയുടെ നേതൃത്വത്തിൽ, അമ്മയുടെ കാർമ്മികത്വത്തിൽ. അവരങ്ങനെ സന്തോഷമായി കാട്ടിൽ കഴിഞ്ഞു. അങ്ങനെ അവർക്കൊരു പുത്രനുണ്ടായി, മുടിയില്ലാത്ത ഒരു പുത്രൻ. അതുകൊണ്ടാണ് അവനെ ഘടോത്കചൻ എന്ന് വിളിച്ചത്. ഭീമനും ഹിഡിംബിക്കുമുണ്ടായ പുത്രൻ ഘടോത്കചൻ. പാണ്ഡവരിൽ ആദ്യം കല്യാണം കഴിച്ചത് ഭീമനാണ്. വാരണാവതത്തിൽ നിന്നും കുറച്ച് അകലെയാണല്ലോ വനം. അവർ കണ്ടുപിടിച്ചാൽ പ്രശ്നമാകും. നമുക്കിവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് ഭീമനും സഹോദരങ്ങളും അവിടുന്ന് പോകാൻ തീരുമാനമെടുക്കുകയാണ്. ഘടോത്കചൻ ഉണ്ടായ ശേഷം ഹിഡിംബി വാക്കനുസരിച്ച് പോയി. ഘടോത്കചനും വേണ്ട സമയത്ത് എന്നെ വിളിച്ചോളൂ മുത്തശ്ശി എന്ന് പറഞ്ഞ് കുന്തിയോട് പറഞ്ഞ് ഉത്തരദിക്കിലേക്ക് അവനും പോയി. ഭീമന്റെ പുത്രൻ ബലവാനായ ഘടോത്കചൻ അവിടെ നിന്നും പോയി. പാണ്ഡവർക്ക് ആവശ്യമുള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞ്. ഇനി പാണ്ഡവർ എങ്ങോട്ടാണ് പോകുന്നത്? ആ വനത്തിൽ നിന്നും എങ്ങോട്ടാണ് പോകുന്നത്? തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കുക? കഥയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.